അമേരിക്കയിലെ വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. മുൻപ് സിനിമാ താരങ്ങൾക്കും പ്രശസ്ത സംഗീതജ്ഞർക്കും വലിയ കലാകാരന്മാർക്കും മാത്രം ലഭിച്ചിരുന്ന ചില വിസകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും ഓൺലൈൻ കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്കും ലഭ്യമാവുകയാണ്. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ഒരാൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എത്ര ലൈക്കുകൾ കിട്ടുന്നു, ഓൺലൈനിൽ നിന്ന് എത്ര വരുമാനം നേടുന്നു എന്നതൊക്കെ O1B വിസ ലഭിക്കാൻ സഹായിക്കും. മുൻപ് അവാർഡുകൾ കിട്ടിയവർക്കും വലിയ അംഗീകാരം ലഭിച്ചവർക്കും മാത്രമായിരുന്നു ഈ വിസ ലഭിച്ചിരുന്നത്. ഡിജിറ്റൽ കാലഘട്ടത്തിനനുസരിച്ച് അസാധാരണ കഴിവ് എന്നതിന്റെ മാനദണ്ഡങ്ങൾ മാറുകയാണ്. ഇമിഗ്രേഷൻ അഭിഭാഷകനായ മൈക്കിൾ വൈൽഡ്സ് അദ്ദേഹത്തിന്റെ അച്ഛൻ ജോൺ ലെനന്റെയും യാക്കോ ഒനോന്റെയും നാടുകടത്തൽ കേസ് വാദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞത്, മുൻപ് പ്രശസ്തരായ കലാകാരന്മാരെ പ്രതിനിധീകരിച്ചിരുന്ന താൻ ഇപ്പോൾ സ്കോൾ രാജാക്കന്മാരെയും രാജ്യമാരെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ്. മുൻപ് ബോയ് ജോർജ്, സിനറ്റ് ഓ കോർണർ തുടങ്ങിയവരെ ഞാൻ പ്രതിനിധീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ധാരാളം ക്ലയന്റുകൾ സോഷ്യൽ മീഡിയ താരങ്ങളും ഓൺലി ഫാൻസ് ക്രിയേറ്റർമാരുമാണെന്ന് വൈൽഡ്സ് പറഞ്ഞു. അമേരിക്ക H1B, F1 പോലുള്ള പല വിസ നിയമങ്ങളും കർശനമാക്കുകയും 39 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശനം ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ O1 വിസയുടെ പ്രചാരം വർദ്ധിച്ചിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ടൈംസ് ഉദ്ധരിച്ച ഇമിഗ്രേഷൻ അഭിഭാഷകർ പറയുന്നതനുസരിച്ച് കല, ശാസ്ത്രം, ബിസിനസ്, വിദ്യാഭ്യാസം, അത്ലറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ അസാധാരണ കഴിവുള്ളവർക്ക് O1 വിസയ്ക്ക് ഇൻഫ്ലുവൻസർമാരിൽ നിന്ന് അപേക്ഷകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതും ഉയർന്ന വരുമാനം നേടുന്നതും ഇപ്പോൾ വാണിജ്യ വിജയമായാണ് കണക്കാക്കുന്നത്. പണം വാങ്ങി ബ്രാൻഡ് ഡീലുകൾ ചെയ്യുന്നത് കഴിവ് തെളിയിക്കാൻ മതിയായ തെളിവായി കണക്കാക്കാം. ഒരു പരിപാടിയിലോ ലോഞ്ചിലോ പങ്കെടുക്കുന്നത് ഒരു പ്രശസ്തമായ നിർമ്മാണത്തിൽ അഭിനയിക്കുന്നതിന് തുല്യമായി കണക്കാക്കാമെന്ന മെക്കൻഡി ലോ ഗ്രൂപ്പിന്റെ സ്ഥാപക പങ്കാളിയായ ഫിയോണ മെക്കൻഡി പറഞ്ഞു. എത്രയോ ആളുകളാണ് ദിവസവും സോഷ്യൽ മീഡിയയിൽ ഉള്ളതെന്നും അതിൽ എത്ര പേർക്ക് അതിൽ നിന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ടെന്നും ചിന്തിച്ചാൽ ഇത് ശരിക്കും ഒരു കഴിവാണ് എന്ന് അവർ പറഞ്ഞു. O1 വിസകൾ കലകൾക്കുള്ള O1B, മറ്റ് അസാധാരണ കഴിവുള്ളവർക്കുള്ള O1A എന്നിവ ഉൾപ്പെടെ 2014 മുതൽ 2024 വരെ 50% കൂടുതൽ വർദ്ധിച്ചു എന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനെ അപേക്ഷിച്ച് മൊത്തം നോൺ ഇമിഗ്രന്റ് വിസകളുടെ എണ്ണം വെറും 10% മാത്രമാണ് വർദ്ധിച്ചത്. എന്നിരുന്നാലും O1 വിസകൾ ഇപ്പോഴും എല്ലാ നോൺ ഇമിഗ്രന്റ് വിസകളുടെയും ഒരു ചെറിയ ഭാഗം മാത്രമാണ്. 2024 20,000 താഴെ വിസകളാണ് അനുവദിച്ചത്. ഇത് H1B വിസകളുടെ എണ്ണത്തിന്റെ 10% പോലും വരില്ല. ഓൺലൈൻ സ്വാധീനത്തിലേക്ക് മാറിയത് കലാപരമായ കഴിവുകളെ വിലയിരുത്തുന്ന രീതിയെ മാറ്റുന്നുവെന്ന് ചില ഇമിഗ്രേഷൻ അഭിഭാഷകർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ദരിനാനി ലോ ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർ പ്രോട്ടിമ ദരിനാനി ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞത്, അംഗീകാരം ലഭിക്കാൻ യോഗ്യതയില്ലാത്തവർ പോലും O1 വിസകൾ നേടുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. ആളുകൾ വെറും മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് കൊണ്ട് ഈ പ്രക്രിയ ദുർബലമായിരിക്കുന്നു എന്നാണ്. ഓൺലൈനിൽ ഹിറ്റാകുന്ന രീതിയിൽ സൃഷ്ടികൾ ഉണ്ടാക്കാത്ത കലാകാരന്മാർക്ക് ഇത് തിരിച്ചടിയായേക്കാം. കാരണം ഇപ്പോൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഫോളോവേഴ്സിന്റെ എണ്ണം, അൽഗോരിതം വഴി ലഭിക്കുന്ന പ്രതികരണം എന്നിവ പോലുള്ള അളവുകളെയാണ് ആശ്രയിക്കുന്നത്.